CPM സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊല്ലത്ത് കൊടിയേറും. സംസ്ഥാനത്തെ 5.64 ലക്ഷം പാർട്ടി അംഗങ്ങളെ പ്രതികരിച്ച് 486 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ആശ്രാം മൈതാനത്ത് നിന്ന് അരുൺ രാജ് തത്സമയം ചേരുന്നു. പറയൂ അരുൺ രാജ്. ഞാനിപ്പോൾ നിൽക്കുന്നത് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. CPM സംസ്ഥാന സമ്മേളനത്തിന് ജില്ല ഒന്നാകെ ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു ഉത്സവം എങ്ങനെ നടത്തുന്നു, ആ ഉത്സവത്തിന്റെ സംഘാടനം എങ്ങനെയാണ്, അതിന്റെ തിരക്കിലാണ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസും. CPM ജില്ലാ സെക്രട്ടറി S. സുദേവനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സംസ്ഥാന സമ്മേളനത്തിന് ജില്ല പരിപൂർണമായും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? 6 മുതൽ 9 വരെ തീയതികളിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ 3 മാസക്കാലമായി ജില്ലയിൽ ആവേശത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു പാർട്ടി സമ്മേളനം നടത്തുന്നതിന് വ്യത്യസ്തമായി മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലാനും തൊഴിൽ, കല, കായിക മേഖലകളിൽ ഇടപെടാനും പാർട്ടി സംസ്ഥാന സമ്മേളനം നടത്തുന്നതിൻ്റെ സാമ്പത്തികമായ ബാധ്യതയുടെ ഏറിയ പങ്കും പാർട്ടി അംഗങ്ങളുടെ വീടുകളിൽ ഒരു വഞ്ചി സ്ഥാപിച്ച് അതിലൂടെ സംഭരിക്കുന്ന ആവേശകരമായ പ്രവർത്തനമാണ് ജില്ലയിലെ പാർട്ടി ഏറ്റെടുത്തിട്ടുള്ളത്. നേതാക്കളടക്കം എപ്പോഴത്തേക്ക് എത്തി തുടങ്ങും? നേതാക്കളടക്കം 5-ാം തീയതി വൈകുന്നേരത്തോടു കൂടി എത്തിച്ചേരും. പതാക, കൊടിമര, ദീപശിഖ റിലേ 5-ാം തീയതി വൈകുന്നേരം 5 മണിയോടുകൂടി കന്റോൺമെൻറ്റ് ആശ്രാമം മൈതാനിയിലാണ് എത്തിച്ചേരുന്നത്. അവിടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് സമാപന സമ്മേളന നഗറിൽ ഉയർത്തുന്നതിനുള്ള പതാക കയ്യൂരിൽ നിന്ന് കൊണ്ടുവരുന്നത് സ്വാഗതസംഘം ചെയർമാൻ KN ബാലഗോപാൽ അവിടെ ഉയർത്തും. വയലാറിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ ഇന്ന് ഉച്ചയോടുകൂടി കൊല്ലം ജില്ലയിൽ ഓച്ചിറയിൽ പ്രവേശിക്കുകയാണ്. നാളെ നമ്മുടെ ജില്ലയുടെ വിവിധ മേഖലകളിൽ രക്തസാക്ഷിത്വം വരിച്ച 23 രക്തസാക്ഷികളുടെ സ്മാരകത്തു നിന്നുള്ള ദീപശിഖ റിലേകൾ കൂടി ആശ്രാമം മൈതാനത്തെത്തിച്ചേരും. പതാക ഉയർത്തിയതിന് ശേഷം എല്ലാ ദീപശിഖകളും പ്രതിനിധി സമ്മേളനം നടക്കുന്ന C. കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിന് സമീപം, കോടിയേരി ബാലകൃഷ്ണൻ നഗറിന് സമീപം 24 ദീപശിഖകളും അവിടെ എത്തിച്ചേരും. പാർട്ടി നേതാക്കൾ ദീപശിഖ ഇത് ഏറ്റുവാങ്ങും. 6-ാം തീയതി രാവിലെ 9:30 തന്നെ പതാക ഉയർത്തും. PV മെമ്പർമാരും കേരളത്തിലെ പാർട്ടി നേതാക്കന്മാരും പ്രതിനിധികളുമെല്ലാം 5-ാം തീയതി ഉച്ച കഴിഞ്ഞ് കൊല്ലത്ത് എത്തിച്ചേരും. അവരെയെല്ലാം സ്വീകരിക്കാനും സമ്മേളനം വിജയിപ്പിക്കാനും വേണ്ടിയുള്ള വിപുലമായ പ്രവർത്തനമാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജില്ലയിലെ സംഘാടനം അത് പരിപൂർണമായ തോതിൽ പൂർത്തിയായിരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റി ഓഫീസ് ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയാണ്. കാരണം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവർ, പാർട്ടിയുടെ ഭാരവാഹികളടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം എണ്ണയിട്ട യന്ത്രം പോലെ കഴിഞ്ഞ 2 മാസക്കാലമായി കൊല്ലം ജില്ലയുടെ CPM നേതൃത്വം വളരെ ശക്തമായി പ്രവർത്തിക്കുകയാണ്. കാരണം കേരളത്തിൽ കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഘടനാ സംവിധാനം CPM-നുള്ളത് കൊല്ലത്താണ്. അതുകൊണ്ട് തന്നെ ആ കൊല്ലത്തെ സമ്മേളനം 30 വർഷത്തിന് ശേഷം എത്തുന്ന സമ്മേളനം അതിന്റെ പൂർണ്ണ തോതിൽ വൻ വിജയമാക്കാനുള്ള ഒരുക്കങ്ങളാണ് കൊല്ലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. ഇനി അതിന്റെ ഫൈനൽ ടച്ചിലാണ് ഇപ്പോൾ നേതാക്കളെല്ലാം തന്നെ. ഓക്കെ, താങ്ക് യു അരുൺ രാജ്. കൊല്ലം പോളയത്തോടെ പാർട്ടി ഓഫീസിൽ നിന്നാണ് നമുക്ക് ഒപ്പം ചേർന്ന അരുൺ രാജ്.